ഒരിക്കൽ വളരെ നല്ലൊരു അസുര രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് മഹാബലി. മഹാബലി ധർമ്മിഷ്ഠനായ ജനങ്ങളോട് സ്നേഹമുള്ള രാജാവായിരുന്നു. മഹാബലി രാജാവിൻ്റെ നാട്ടിൽ എല്ലാവരും സന്തോഷത്തോടെ ജീവിച്ചിരുന്നു. അവിടെ കള്ളമില്ല, ചതിയില്ല, വിശപ്പില്ല, ദാരിദ്ര്യമില്ല, രോഗമില്ല. എല്ലാവരും ഒരുപോലെ ജീവിച്ചതിനാൽ ആ നാട് സ്വർഗം പോലെയായിരുന്നു. അതിനാൽ മഹാബലിയുടെ ഭരണകാലം സുവർണയുഗം എന്ന് വിശേഷിക്കപ്പെട്ടു. ഈ കാലഘട്ടമാണ് ഇന്ന് മാവേലിക്കാലം എന്ന് പാട്ടുകളിലും കഥകളിലും നമ്മൾ ഓർക്കുന്നത്. മഹാബലിയുടെ ശക്തിയും ജനപ്രീതിയും ദേവന്മാരെ ആശങ്കപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ മഹത്വം തുടരുകയാണെങ്കിൽ സ്വർഗത്തെയും ദേവന്മാരെയും കീഴടക്കുമോ എന്ന പേടി അവർക്കുണ്ടായി. അവർ വിഷ്ണുദേവനെ സമീപിച്ച് തങ്ങളുടെ ആശങ്ക അറിയിച്ചു. അപ്പോൾ വിഷ്ണു വാമനൻ എന്നൊരു ബ്രാഹ്മണ ബാലൻ്റെ രൂപത്തിൽ ഭൂമിയിൽ അവതരിച്ചു. മഹാബലി അശ്വമേധയാഗം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ വാമനൻ അവിടെ എത്തി. ദാനധർമ്മത്തിൽ പ്രസിദ്ധനായ മഹാബലിയുടെ അടുത്തെത്തി വാമനൻ പറഞ്ഞു, എനിക്ക് 3 അടിയോളം ഭൂമി തരിക. മഹാബലി വളരെ ദാനശീലനായതിനാൽ ഉടൻ സമ്മതിച്ചു. അപ്പോൾ വാമനൻ വളരുകയും ചെയ്തു. ആദ്യത്തെ അടിയാൽ മുഴുവൻ ഭൂമിയും, രണ്ടാമത്തെ അടിയാൽ മുഴുവൻ ആകാശവും അങ്ങനെ അളന്നു. 3-ാമത്തെ അടിയിടാൻ സ്ഥലമില്ലാതായപ്പോൾ മഹാബലി തൻ്റെ ശിരസ് തന്നെ സമർപ്പിച്ചു. വാമനൻ മഹാബലിയുടെ ഭക്തിയിലും ദാനത്തിലും സന്തോഷിച്ച് ഒരു വരം നൽകി. എല്ലാ വർഷവും തൻ്റെ പ്രജകളെ കാണാൻ ഭൂമിയിലെത്താം എന്നുള്ള വരം. അന്നു മുതൽ ഓണ ദിവസങ്ങളിൽ മഹാബലി തൻ്റെ ജനങ്ങളെ കാണാൻ വരുന്നുവെന്നാണ് വിശ്വാസം. അതിനാലാണ് നാം ഓണം ആഘോഷിക്കുന്നത്.